അടിപൊളി മത്തി പൊള്ളിച്ചത് ഉണ്ടാക്കാം. അത് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിനി എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം. അതിന് വേണ്ടി ഞാൻ 6 വലിയ മത്തിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നാക്കിയിട്ട് നല്ലപോലെ ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. 3-4 വര ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനി ഇവിടെ ഇരിക്കട്ടെ. ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മസാല അരച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു ജാറിലേക്ക് ഒരു 2 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി കഷ്ണം നമുക്ക് ജാറിലേക്ക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 10 ഇല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 7-8 മതി കേട്ടോ. അത് കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണ് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ 1 ടീസ്പൂണ് കുരുമുളക് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെള്ളം ചേർത്തി കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ 1 ടീസ്പൂൺ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കുഴയ്ക്കാൻ പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്കിനി ഒന്ന് കുഴച്ചെടുക്കാം. ഇത് കണ്ടില്ലേ മക്കളെ, ഈ ഒരു ലെവലിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഈ മീനെ ഓരോന്നായിട്ടെടുത്ത് മസാല പുരട്ടിയ പാത്രത്തിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ മീനിലൊക്കെ ഈ മസാല ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അതിൻ്റെ വയറിൻ്റെ ഉള്ളിലും അതിൻ്റെ തലയിലും എല്ലായിടത്തും നമുക്ക് ഇതേപോലെ തേച്ച് പിടിപ്പിക്കാം. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല കയറിയിട്ടുണ്ട്. എല്ലാത്തിലും ഇതേപോലെ പുരട്ടിയെടുക്കാം. ഇതിനി ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു 15 മിനിറ്റ് ഇരിക്കട്ടെ. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് മീൻ പൊരിക്കാൻ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. എണ്ണ ഒന്ന് ചൂടായി വന്നാൽ നമ്മുടെ മീനിന് ഓരോന്നായിട്ട് മസാലയോടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ മീനും നമ്മൾ ഇട്ട് കൊടുത്ത് ഇനി ഇതിൻ്റെ മേലെ ഇച്ചിരി മസാല ഉണ്ട്, അത് ഇതിൻ്റെ മേലെ എങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു സൈഡ് അങ്ങോട്ട് പൊരിഞ്ഞ് വരട്ടെ, എന്നിട്ട് വേണം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ. മക്കളെ, ഒരു സൈഡ് വെന്ത് വന്നാൽ നമുക്ക് അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതാ, ഇപ്പോൾ എല്ലാം അത് ഞാൻ മറച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് കരിവേപ്പിലയും കൂടി നമുക്ക് വെതറിയിട്ട് കൊടുക്കാം. മീൻ വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ കരിവേപ്പിലയും നല്ല പൊരിഞ്ഞ് വന്നോളൂ കേട്ടോ. ഇതാ, നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നൊന്നായിട്ട് പിറക്കിയെടുക്കാം. 6 മീനും കോരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ആ എണ്ണയിൽ തന്നെ 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇനി ചെയ്യുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അതില്ലെങ്കിൽ ഈ മസാലയൊക്കെ ഒന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കൊരു വലിയ ഉള്ളി നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി നമുക്കിനി ഒന്ന് വാട്ടിയെടുക്കാം. ഒരു ബ്രൗൺ കളറിലാവണത് വരെ നമുക്ക് വാട്ടണം കേട്ടോ. നന്നായിട്ടൊന്ന് വാടി വരട്ടെ. മക്കളെ, ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് നല്ല ബ്രൗൺ കളറിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇച്ചിരി മസാല ഇട്ട് കൊടുക്കാം. ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു നുള്ള് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇത് മസാലകളിടുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ മസാലകൾ കരിഞ്ഞു പോവുക. മക്കൾ സാധാ മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി.
ഇനി അപ്പം നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ ഇനി ഇച്ചിരി കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിൽ നമ്മുടെ മസാലയ്ക്ക് മാത്രം പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. മീൻ നമ്മൾ പൊരിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുള്ളതാണല്ലോ, അതുകൊണ്ടാണ് ഇച്ചിരി ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിത് ഇളക്കി ഒന്നുകൂടി വാട്ടിയെടുക്കാം. മസാലയുള്ള പച്ചമണമൊക്കെ ഒന്ന് പോട്ട്. ഇതാ ഇപ്പം മസാലയുടെ പച്ചമണമൊക്കെ മാറി ഉള്ളിയുടെ കൂടെ മസാലയെല്ലാം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇച്ചിരി തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു തക്കാളിയുടെ പാതി തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വെന്ത് മസാലയുടെ കൂടെ ഒന്ന് ഉടഞ്ഞ് വരട്ടെ. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് നമ്മുടെ മസാലയിൽ ഇങ്ങനെ കുഴഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, വെന്ത് ഉടഞ്ഞിട്ട്. ഇപ്പം മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. നമ്മുടെ മത്തി പൊള്ളിക്കുന്നത് വാഴ ഇലയിലാണ്. ഞാനിതാ ഒരു ഇല എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് വാട്ടിയെടുക്കണം. ഞാൻ ഈ ഗ്യാസുമ വെച്ച് തന്നെ വാട്ടിയെടുക്കുകയാണ്. ഈ ഇല വാട്ടിയെടുക്കുമ്പോൾ എന്തുണ്ടെന്നറിയോ, നമ്മൾ ഈ മീനും മസാലയൊക്കെ വെച്ച് മടക്കുമ്പോൾ ഇല കീറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇല വാട്ടിയെടുക്കുന്നത്. അപ്പോൾ വാട്ടി കഴിഞ്ഞാലാണ് നമുക്ക് നല്ല സെറ്റായി കിട്ടും കേട്ടോ. എല്ലാ സൈഡും വാട്ടിയെടുക്കുക. നമ്മുടെ ഇല വാട്ടിയെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഈ വാഴയുടെ ഇലയിൽ പകുതി മസാല ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കാം. നമുക്കിനി മീൻ ഇങ്ങനെ ഒന്നൊന്നായിട്ട് അടുക്കി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ പൊരിച്ച് വെച്ചതിൻ്റെ കരിവേപ്പിലയില്ലേ, അതൊക്കെ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കുക. ഇനി ബാക്കിയുള്ള മസാല ഇതിൻ്റെ മേലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അതും ഇതേപോലെ പരത്തിയിട്ട് വെച്ച് കൊടുക്കുക. എല്ലാ മീനിൻ്റെ മേലെ ആവുന്നത് പോലെ പരത്തി വെച്ച് കൊടുക്കുക. ഇനി നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു പച്ചമുളകിനെ 4ആയിട്ട് കീറി ഇങ്ങനെ വെച്ച് കൊടുക്കുക, അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇതിൻ്റെ മേലെ ഒരു കരിവേപ്പിലയുടെ തണ്ടും കൂടി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. നമ്മൾ ചോറൊക്കെ പൊതിയല്ല, അതേപോലെ പൊതിയാട്ടോ. ഇങ്ങനെ വെച്ച് ഇനി ഈ അറ്റം കൂടി ഇങ്ങോട്ട് പൊതിഞ്ഞെടുക്കാം. ഈ അറ്റം കൂടി പൊതിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഇത് ചട്ടിയിൽ വെക്കുമ്പോൾ അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കെട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വാഴ ഇലയെടുത്ത മീനിനെ പൊതിഞ്ഞ് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നല്ല അടിക്കട്ടിയുള്ള ഒരു പാത്രം നമുക്ക് അടുപ്പത്ത് വെക്കാം. ഞാനൊരു ദോശ ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇരുമ്പിൻ്റെ ചട്ടിയാണ്, ഞാൻ ദോശ ചുടുന്ന ചട്ടിയാണിത്. ഇപ്പം ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയും കൂടി ഒന്ന് ചൂടായി വരട്ടെ. ഇനി നമുക്ക് നമ്മൾ പൊതിഞ്ഞെടുത്ത പൊരിച്ച മത്തീനെ ഇതിൽ വെച്ചൊന്ന് പൊള്ളിച്ചിട്ടെടുക്കാം. ചെറിയ തീയിൽ ഒരു 4-5 മിനിറ്റ് ഒരു പാകം പൊള്ളി വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മക്കളെ, ഇതിപ്പോൾ നമ്മൾ ഇട്ടിട്ട് 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇല വരെ പൊള്ളി കഴിഞ്ഞിട്ടോ. മക്കളെ, ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ വാഴ ഇലയുടെ മണം ഉണ്ടല്ലോ, അതൊക്കെ ഈ മീൻ അങ്ങോട്ട് പിടിച്ച് വലിച്ചെടുക്കും കേട്ടോ. അപ്പം നമുക്ക് കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റായിരിക്കും, ഇലയുടെ മണവും മസാലയും എല്ലാം പാടെ. മക്കളെ, അപ്പം നമ്മുടെ മത്തി പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എടുക്കാം. എടുത്തൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഇതിനെ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. കൈ ചൂടാ, അതുകൊണ്ട് ഞാൻ കത്തി കൊണ്ടാണ് മുറിക്കണത്. പൊള്ളിയിരിക്കണ്, മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടില്ലേ മക്കളെ, നമ്മുടെ മത്തി പൊള്ളിച്ചത്. ഇത് കഴിച്ചാലേ ചോറിൻ്റെ കൂടെയൊക്കെ വെച്ച് കഴിക്കുമ്പോൾ വയറ് നിറച്ചല്ല, നാഴി അരിയുടെ ചോറ് കഴിക്കാൻ തോന്നി ഇത് കഴിക്കുമ്പോൾ. ഇത്രയേ ഉള്ളൂ പണി, നല്ല സിമ്പിളല്ലേ.
മക്കളെ ഇത് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി വെക്കണം. എല്ലാവരും വീട്ടിലും മത്തി വാങ്ങണതല്ലേ. ഉണ്ടാക്കിയിട്ട് കമൻറ്റിൽ എഴുതി അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.